ലെബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ 46 പേരാണ് മരിച്ചത്. തെക്കൻ ലെബനനിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അഖിലശ്രീയുടെ വിശദാംശങ്ങളുമായി. അഖില, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ലെബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ ഇറാൻ ചെറിയ രീതിയിൽ പിന്മാറിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും അറിയുന്നു. വിശദാംശങ്ങൾ. തുളസി, വെരി ഗുഡ് മോർണിംഗ്. കരയുദ്ധം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ലെബനനിലും അതുപോലെ തന്നെ മധ്യ ബെയ്റൂത്തിലുമാണ് ആക്രമണം ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. പരിമിതമായ തരത്തിൽ മാത്രമേ ആക്രമണം നടത്തൂവെന്നാണ് ആദ്യഘട്ടം മുതൽ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം ലെബനൻ അതിർത്തിയിലുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ 8 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലേക്കും ഹിസ്ബുള്ള ഏതാണ്ട് ഇന്നലെ മാത്രം 100 റോക്കറ്റുകൾ അധികം അയച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാൻ തങ്ങൾക്കേറ്റ തിരിച്ചടികൾക്ക് മറുപടിയായി ഇസ്രായേലിന് നേരെ 180-ലധികം മിസൈലുകൾ വർഷിച്ചിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹസൻ നസ്രള്ള, ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ തങ്ങൾക്കേറ്റ തിരിച്ചടിക്ക് മറുപടിയായാണ് മിസൈൽ ആക്രമണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ അറിയിച്ചത്. ഏതാണ്ട് ഇറാനിൽ നിന്ന് 1600 കിലോമീറ്റർ അധികമുള്ള സ്ഥലമാണ് ഇസ്രായേൽ. ഇവിടുന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് 180-ലധികം മിസൈലുകളാണ് ഈ കഴിഞ്ഞ ദിവസം അയച്ചത്. അത് ജോർദാന്റെ ആകാശത്ത് വെച്ച് ഇസ്രായേൽ തടഞ്ഞുവെങ്കിലും ഏതാണ്ട് ജനവാസ മേഖലകളിൽ തന്നെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത്. അതുപോലെ തന്നെ ഒരു സ്കൂളിനും അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിനും സമീപമാണ് മിസൈലുകൾ വന്നു വീണത്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ധാരാളം കണ്ടിരുന്നു. ഇറാൻ ചെയ്തത് ഏറ്റവും വിനാശകരമായ തെറ്റ് എന്നാണ് IDF വക്താവ് ഡാനിയൽ ഹഗരി വ്യക്തമാക്കിയത്. ഏതായാലും പശ്ചിമേഷ്യ ആകെ ദുർബലമായ സാഹചര്യം, വളരെ സംഘർഷഭീതിയിലൂടെ കടക്കുന്നു. തൽക്കാലം ഇറാൻ ശമിച്ചുവെങ്കിലും ഇസ്രായേൽ ഇതിനെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതാണ്ട് കരയുദ്ധ ഭീതിയിൽ തന്നെയാണ് മേഖലയാകെ. അതോടൊപ്പം തന്നെ വിനാശകരമായ നരകമായി മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യ എന്ന് ഇപ്പോൾ UN ചീഫ് അന്റോണിയോ ഗുട്ടറസും അറിയിച്ചിരിക്കുന്നു. തുളസി, ഏതായാലും ലെബനനിലും ഇസ്രായേലിലും കടുത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടർന്നും ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ള സാധ്യതകൾ റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അഖിലശ്രീയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.